ഗായ്സ് നമുക്കിന്ന് കുറച്ച് ബനാന ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ നമുക്കപ്പോൾ ബനാന റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മൈദ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മൈദ ഇടാം. ഞങ്ങളിന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് മൈദ കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് എള്ളാണ്. എള്ള് കുറച്ചിടാം. പിന്നെ വേണ്ടത് ജീരകം, പിന്നെ കുറച്ച് അരിപ്പൊടി. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടാം, ഒത്തിരി വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം ഗൈസ്. ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ച് മതി, ഒത്തിരി വേണ്ട. പിന്നെ നമുക്ക് അത് ഓപ്ഷണലാണ്. കളർ വേണ്ടവർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കളർ കിട്ടും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ഒലിവ് ഓയിലാണ് നമ്മൾ വെച്ചത്. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് അതിനകത്തൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പം നമുക്ക് ബനാന ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, Wow! Amazing! Dad, I love it. It's amazing. I love it, but I can see now. മാറി കണ്ണു മാറ്റി തെറിക്കും. ഇവ അങ്ങനെ മാറിയുന്നേ. അങ്ങനെ നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ പഴംപൊരി റെഡി. ഓക്കെ വാ. Yes. ഓക്കെ.